തൃശൂരിലെ മുണ്ടത്തിക്കോട്ടെ വെടിക്കെട്ട് ദുരന്തത്തിൽ 13 പേരുടെ മരണമാണ് സ്ഥിരീകരിക്കുന്നത്. നിരവധി പേരെ ഇനിയും തിരിച്ചറിയാനുണ്ട്. DNA പരിശോധന ഉൾപ്പെടെ നടത്തും. 5 പേരുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു. ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇപ്പോൾ SS ശരനാണ് ചെയ്യുന്നത്. ശരൺ, വൈകാരിക രംഗങ്ങളായിരുന്നു നമ്മൾ കണ്ടത്. ഉറ്റവരെ അന്വേഷിച്ചു വരുന്നവർ, മൃതദേഹം തിരിച്ചറിയാൻ കാത്തു നിൽക്കുന്നവർ, ഗുരുതരമായ പൊള്ളലേറ്റവർക്ക് വേണ്ടി അവിടെ എത്തിയവർ, അവരെ കാണാനെത്തിയവർ, അങ്ങനെ ബന്ധുക്കളുടെ ഒരു വലിയ നിര നമ്മളവിടെ കണ്ടിരുന്നു. ഇപ്പോൾ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? പൂർണ്ണമായി പൊള്ളലേറ്റവരൊക്കെ തന്നെയുമുണ്ട്. അവർക്ക് ചികിത്സ നൽകുക അതുകൂടി ദുഷ്കരം തന്നെയാണ് അല്ലേ ശരൺ? വിനീത, തീർച്ചയായിട്ടും ഇന്നലെ രാത്രി മുതൽ തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള വൈകാരികമായിട്ടുള്ള രംഗങ്ങളാണ് ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാണാൻ കഴിയുന്നത്. എന്തായാലും ഇന്നലെ 14 പേരാണ് ഇവിടെ ചികിത്സ തേടുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. അതിൽ ഒരാൾക്ക് ചെറിയ പരിക്കുകളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ ഇന്നലെ ഡിസ്ചാർജ് ചെയ്തിരുന്നതാണ്. ബാക്കി 13 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 10 പേർ ബേൺ ICUവിലാണ്. അതിൽ തന്നെ 5 പേരുടെ നില ഗുരുതരമായി തുടരുകയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. 2 പേർ വെന്റിലേറ്ററിലാണ്. അതായത് 98% പൊള്ളലേറ്റ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വെന്റിലേറ്ററിൽ തുടരുകയാണ്. എന്തായാലും 7 മൃതശരീരങ്ങളായിട്ടാണ് ലഭിച്ചിരിക്കുന്നത്. 9 മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളും ലഭിച്ചിട്ടുണ്ട്. ആരോഗ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ ലഭിക്കുമ്പോൾ അത് തിരിച്ചറിയുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു പ്രോസസ്സായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി സൂചിപ്പിച്ചു. കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. അതായത് വലിയ അപകടമാണ്, വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. വെടിപ്പുരയ്ക്കാണ് തീപിടിച്ചിരിക്കുന്നത്. അങ്ങനെ വെടിക്കെട്ട് ദുരന്തമുണ്ടാകുമ്പോൾ കത്തിക്കരിഞ്ഞ നിലയിലാണ് ഈ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്തത്. അതുകൊണ്ട് തന്നെ പല ബന്ധുക്കളും ഇവിടെ എത്തി തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഈ മൃതദേഹത്തിൻ്റെ അവശിഷ്ടം ആരുടേതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് DNA പരിശോധനയിലേക്ക് പോകാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടി ചില സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. അതായത് രാജീവ് ഗാന്ധി ബയോടെക്നോളജിയിൽ നിന്നുള്ള ജീവനക്കാർ ഇവിടെ എത്തി സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സാമ്പിൾ കൂടി ശേഖരിച്ച് DNA പരിശോധന നടത്തും. സ്വാഭാവികമായിട്ടും നമുക്കറിയാം DNA പരിശോധന എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫലം ലഭിക്കാൻ ദിവസങ്ങളെടുക്കും. അപ്പോൾ ആ ഫലം കൂടി ലഭിച്ച ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം പൂർത്തിയായിക്കൊണ്ട് ആ അവശിഷ്ടങ്ങൾ ബന്ധുക്കൾക്ക് ആരെയാണെന്നുള്ളത് തിരിച്ചറിഞ്ഞ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്യുക. എന്തായാലും ഇപ്പോൾ ഈ വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് ഈ അപകടം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘത്തെ രൂപീകരിച്ചിരുന്നതാണ്. കോട്ടയം, എറണാകുളം, പാലക്കാട്, കോഴിക്കോട് അടക്കമുള്ള ജില്ലകളിൽ നിന്നായിട്ട് വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാർ എത്തിയിരുന്നു. ഇതിന് പുറമെ തന്നെ ആരോഗ്യമന്ത്രിയായ വീണ ജോർജും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മന്ത്രിയുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. ശരൺ, ഇനി മൃതദേഹം തിരിച്ചറിയുക എന്നതാണ് വലിയ വെല്ലുവിളി. പലരുടെയും മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആകാശ ദൃശ്യങ്ങളാണ് അവിടെ നിന്നും ദുരന്തമുണ്ടായ മുണ്ടത്തിക്കോട് നിന്നുള്ള ആകാശ ദൃശ്യങ്ങൾ കൂടിയുണ്ട്.